ഹലോ, അച്ചായൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ചായൻസ് മീഡിയയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കുറച്ച് കോംബോ സെയിലാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ആയിട്ടുള്ളതുമായിട്ടുള്ള കോംബോ ഓഫറാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ഒരു 1 ഇയർ പഴക്കമുള്ള നല്ല ഹെൽത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പം സെയിലിന് വേണ്ടി വന്നിട്ടുള്ളത്. 15 കളറിൻ്റെയും 10 കളറിൻ്റെയും കോംബോ ഓഫറാണ് നടക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ സീഡ്ലിങ്സ് ആണ്, ഫ്ലവറിങ് പ്ലാന്റ് അല്ല കേട്ടോ. അപ്പോൾ ആ സീഡ്ലിങ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഫ്ലവറിങ് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പക്ഷേ സീഡ്ലിങ്സ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് വാങ്ങുന്ന ഒരുപാട് ആൾക്കാർക്ക് പോട്ടിംഗ് മെത്തേഡ് അറിയത്തില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഗ്രോത്തിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നീ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ, ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് കുഞ്ഞൊരു തൈ നമ്മൾ ഒരു നഴ്സറി അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിയാലും അതിൻ്റെ റേറ്റ് എത്രമാത്രമായിരിക്കുമെന്ന്. അപ്പോൾ ഈ കോംബോ ഓഫറിൽ നിങ്ങൾക്കൊരു 10 കളർ അല്ലെങ്കിൽ 15 കളർ വാങ്ങുവാണെങ്കിൽ നല്ല ലാഭത്തിൽ നിങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കുറഞ്ഞത് ഒരു 3 ഷൂട്ടെങ്കിലും ആ ഒരു പ്ലാന്റിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും അത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. നമ്മൾ മെയിനായിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോമൂത്രം, ഒരു ഗ്ലാസ് ഗോമൂത്രത്തിനകത്ത് ഒരു 5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ വളരും. അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടിനകത്ത് നല്ല കരുത്ത് കിട്ടാനും അല്ലെങ്കിൽ നല്ല റിച്ച് ഫ്ലവേഴ്സും പ്ലാന്റ് ഗ്രോത്തിൽ വരാനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും ഒക്കെ നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റൂട്ടൊക്കെ നല്ല ഗ്രോത്തിൽ വരും കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾ കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല ഹെൽത്തുള്ള പ്ലാന്റ് ആണ്, നല്ല ഗ്രോത്തും അതുപോലെ തന്നെ 2-3 ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സും ഒക്കെയാണ്. അപ്പോൾ ചില വെറൈറ്റീസ് എടുക്കുന്നതനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസ് കൊണ്ട് ചെറിയൊരു ഡിഫറൻസ് വരും. പക്ഷേങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഏതൊരു സാധനമായാലും നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് നല്ല രീതിയിൽ കിളിച്ച് വരത്തുള്ളൂ. അതുപോലെ തന്നെ അതിൽ നിന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റിൻ്റെയും സൈസാണ് ഈ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ട് മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് പോട്ടിംഗ് മെത്തേഡ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരിയിലാണ് മെയിനായിട്ട്, നമ്മൾ കരിയിലാണ് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. കരിയിൽ നമുക്ക് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് തൊണ്ടിൻ്റെ പീസുകളിനകത്ത് അല്ലെങ്കിൽ ഓടിൻ്റെ പീസിനകത്തൊക്കെ നമ്മൾ വെക്കാം. അതുപോലെ നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ കരിക്കകത്താണ് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ് കിളിച്ച് വരാനും പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഗ്രോത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ കെയർ 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂണിനകത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ അതും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് അങ്ങനെ ആഴ്ചയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയം അതായത് സീഡ്ലിങ്സ് വാങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്തിൽ കിളിച്ച് വരാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.